ഹേ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ബിഗ് ബോസ് സീസൺ 6 ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വളരെ കറക്റ്റ് ആയിരുന്നു. അപ്സര എവിക്റ്റഡ് ആണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ വരുന്ന ദിവസത്തിന് വേണ്ടിയാണ്. ഇത്തവണയും ലാലേട്ടൻ കുറെ ടാസ്കുകൾ കണ്ടസ്റ്റൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സായിയുടെ നല്ലൊരു ഷോ കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും സായിയുടെ ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. സായിയുടെ ആ ലുക്കിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു അതാണ് ഇവിടെ ലൈവിൽ കാണിക്കുന്നത്. മെയിനായിട്ട് അതിനെ മുന്നിൽ നിന്ന് നയിച്ചൊരു വ്യക്തി ജാസ്മിൻ ആണ്. സിജോയുടെ മുടി വെട്ടി കൊടുക്കുന്നുണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിപ്പുണ്ട് ലാലേട്ടൻ പറഞ്ഞതുപോലെ സായി ഏലിയാസ് കണ്ണൻ കാണാൻ. ആ ഒരു ടോട്ടൽ ലുക്ക് സായിക്ക് ഇഷ്ടപ്പെടാതെ ആ സ്പോട്ടിൽ തന്നെ ഡ്രിബ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. ടീം നെക്സ്റ്റ് ബോണസ് പോയിന്റ് കൊടുത്ത ഋഷിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഋഷിക്ക് ബോണസ് പോയിന്റ് കൊടുത്തത് എന്നുള്ളത്. അതിന് ജാസ്മിൻ പറഞ്ഞ മറുപടി, ഇത് ശൂന്യമായി പോകരുത്, അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരാൾക്ക് കിട്ടണം, അത് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാൻ ഋഷിക്ക് ബോണസ് പോയിന്റ് കൊടുത്തത് എന്നാണ്. ഇവിടെ അൻസിബ എഴുന്നേറ്റ് പറയുന്നുണ്ട്, എന്തായാലും 3 പേരും ജാസ്മിന് ബോണസ് പോയിന്റ് കൊടുക്കില്ല, അതിനൊരു വോട്ടിംഗ് സ്ട്രാറ്റജി ആക്കി മാറ്റാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഋഷിക്ക് ജാസ്മിൻ ബോണസ് പോയിന്റ് കൊടുത്തതെന്നാണ് അൻസിബ പറയുന്നത്. അതിൽ അൻസിബ പറയുന്നത്, ഋഷിക്ക് എന്നിൽ നിന്ന് മാത്രമേ ഒരു സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്നാണ്. ഓ മൈ ഗോഡ് എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, വേറെ ആരിൽ നിന്നും അപ്പൊ ഋഷിക്ക് ഒരു കരുതലും സ്നേഹവും കിട്ടിയിട്ടില്ലേ എന്ന്. പിന്നീട് വന്ന ടാസ്ക് ഏറ്റവും ലെക്കിന് കയറി വന്നത് ആരാണ്, ഈ ദിവസം വരെ ഏറ്റവും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കയറി വന്നത് ആരാണ്. അതിൽ ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ലെക്കിന് കയറി വന്നത് അൻസിബയായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതായത് 9 നോമിനേഷനിൽ വന്നിട്ട് പോലും ഏറ്റവും ലെക്ക് അടിച്ച് കയറി വരാൻ പറ്റിയത് അൻസിബയ്ക്കാണ്. ഏറ്റവും നല്ല ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തി ജിൻഡോയാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത്. ആദ്യത്തെ 1.5 ആഴ്ച തന്നെ ജിൻഡോയ്ക്ക് വളരെയധികം കുറെ കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ഹാർഡ് വർക്കിലൂടെ തന്നെയാണ് ജിൻഡോ ഈ ഒരു പ്ലേസിലേക്ക് എത്തിയതെന്നാണ് കണ്ടസ്റ്റൻസിൽ ഓൾമോസ്റ്റ് എല്ലാവരും പറയുന്നത്. അടുത്തൊരു ടാസ്കിൽ ജിൻഡോ, സിജോ, അർജുൻ ഇവരെ 3 പേരെ വെച്ചിട്ട് കുറെ രസകരമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ഇവരോട് ചോദിക്കുന്നുണ്ട്. അവരതിനനുസരിച്ചിട്ടുള്ള രസകരമായ രീതിയിൽ തന്നെ മറുപടി പറയുന്നുണ്ട്. എന്നെ ഏറ്റവും രസിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അത് ലാലേട്ടൻ സിജോന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 3 ഗുളിക ഡോക്ടർ തരുന്നു, ഓരോ അരമണിക്കൂറിലും ഓരോ ഗുളിക വെച്ചിട്ട് നിങ്ങൾ കഴിക്കണം, അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഗുളിക കഴിച്ചെടുക്കാനായിട്ട് എത്ര ടൈം എടുക്കും? അതിന് സിജോ തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അത് നല്ലൊരു ആക്ടിങ്ങിലൂടെ തന്നെയാണ് സിജോ ആ ഒരു മറുപടി കൊടുക്കുന്നത്. അങ്ങനെ ഫൈനലി ഇന്നത്തെ ദിവസത്തിന്റെ എവിക്ഷൻ ടൈം ആയിരിക്കുന്നു. ജാസ്മിൻ, ഋഷി, അപ്സര, അഭിഷേക് ഈ 4 പേരെയാണ് ഇന്നത്തെ എവിക്ഷന് വേണ്ടിയിട്ട് ബിഗ് ബോസ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവർ 4 പേരും ആക്ടിവിറ്റി റൂമിലേക്ക് പോകുന്നുണ്ട്. 4 തരം കളറിൽ അവർ 4 ആക്കി ആ കോളം തിരിച്ചിട്ടുണ്ട്. 4 പേരും 4 അടുത്ത് വന്ന് നിൽക്കണം. അവരുടെ മുന്നിലുള്ള ഓരോ നോട്ടിലും എന്താണോ എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ച് വായിച്ചിട്ട് അടുത്ത് നിൽക്കുന്നവർ ഏത് കോളത്തിലോട്ടാണോ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെ അഭിഷേക് വായിക്കുന്നു, അപ്സര ഇന്ന കോളത്തിലേക്ക് നിൽക്കുക എന്നത്. അപ്സര നേരെ ആ ഒരു റെഡ് മാർക്കിലേക്ക് വന്ന് നിൽക്കുമ്പോൾ തന്നെ അപ്സര പറയുന്നുണ്ട്, എനിക്ക് ടെൻഷൻ ആവുന്നു, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒരു നോട്ടിൽ എഴുതിയിരിക്കുന്നത്, ഋഷി പോയിട്ട് ജിൻഡോയോട് വരാൻ പറയുക എന്നാണ്. ഇന്ന് ഋഷി എവിക്ഷനില്ല, നാളെ ആയിരിക്കും ഋഷിയുടെ എവിക്ഷൻ. അങ്ങനെ ജിൻഡോ വരുന്നുണ്ട്, അവർ കോളങ്ങൾ മാറി മാറി നിൽക്കുന്നുണ്ട്. ഫൈനലി ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ മുന്നിലേക്കുള്ള കോളത്തിലേക്ക് എല്ലാവരും നിൽക്കുക എന്ന്. ജാസ്മിൻ, അപ്സര, ജിൻഡോ, അഭിഷേക് ഈ 4 പേരും മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള നോട്ട് എടുത്തിട്ട് ക്യാമറയിലേക്ക് തിരിച്ചു കാണിക്കുക എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അവർ 4 പേരും തന്നെ അത് എടുത്തിട്ട് നോക്കിയിട്ട് നേരെ ക്യാമറയുടെ നേരെ കാണിക്കുന്നുണ്ട്. അപ്സരയാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. അപ്സര ആകെ ഷോക്കായി പോകുന്നുണ്ട്. ആകെ എന്തോ മൈൻഡ് ഒക്കെ പോയി കിളി പോയൊരു രീതിയിൽ അപ്സര നിൽക്കുന്നുണ്ട്. സോ അങ്ങനെ അപ്സര ഇന്നത്തെ ദിവസം എവിക്റ്റ് ആയിരിക്കുന്നു. അങ്ങനെ അപ്സര വല്ലാതൊരു മാനസികാവസ്ഥയിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് നന്നായിട്ട് കളിക്കണം, എനിക്ക് നിങ്ങളെല്ലാം വളരെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് ലാലേട്ടന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. സോ ഇതായിരുന്നു ഇന്നത്തെ ദിവസം ലാലേട്ടൻ വന്നതിന്റെ പൂർണ്ണ ഒരു സമ്മറി. വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് സാറ്റർഡേയിലെ മാത്രമാണ്. ഇതിന്റെ പാർട്ട് 2 വരുന്നുണ്ട്. സൺഡേയിലെ എപ്പിസോഡ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു പൂർണ്ണ സമ്മറിയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സാറ്റർഡേ എപ്പിസോഡ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഫ്രൈഡേ മോർണിംഗോടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സര എവിക്റ്റ് ആയി എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി ഉറപ്പായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് കൂടി ചെയ്യുക. ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. ബൈ.